ഇത് ലാൽ സാറ് ഞങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഒരു ലോഞ്ച് ആയിരുന്നു. അദ്ദേഹം ഭയങ്കര ഹണി ബാത്ത് സ്ക്രബർ, അതെ, ഭയങ്കര സ്നേഹത്തോടെ അദ്ദേഹം വന്ന് അത് ചെയ്തു തന്നു. അപ്പം എനിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എപ്പോഴും ആ ഒരു ഓർമ്മയും ആ ഒരു കടപ്പാടും ഒക്കെ ഉണ്ടാവും. പറ, 4 പേര് വാങ്ങട്ടെ, അറിയട്ടെ പിന്നെ പ്രൊഡക്റ്റ് ആണ്. എന്താ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുക, എന്തെങ്കിലും മെച്ചം ഉണ്ടാവണ്ടേ? ഒരു ബാത്ത് ബ്രഷ് ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന, ഞാൻ എവിടെ പോയാലും എന്റെ കയ്യിൽ കാണുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഹണി റോസിന്റെ സൗന്ദര്യ രഹസ്യം. ഇതിട്ട് നിങ്ങള് കുളിക്കുകയാണെങ്കിൽ സ്കിൻ ഇങ്ങനെ പളപളാന്ന് ഇതുപോലെ ഗ്ലോ ചെയ്യുമെന്ന് മനസ്സിലായി. അല്ല, ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഇവിടെ തന്നെ എന്റെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതാണ്. എന്റെ സ്കിന്നിന് നമ്മൾ ഇവിടെ തന്നെയാണ്. ഒരു തമിഴ് തത്തയെ പോലെ ഇരിക്കുന്നു. ഇതും നമ്മുടെ ഫസ്റ്റ് തമിഴ് മൂവിയാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് അതെന്തൊരു രാജ്ഞിയായിട്ട് അവര് കേൾക്കുന്നതാണ്. അപ്പൊ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇടാൻ പറഞ്ഞപ്പോ ഭയങ്കര അടിയായിരുന്നു, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. ഞാൻ കൊന്നാലിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് ഭയങ്കര പ്രശ്നം. നമ്മൾ പറയില്ലേ, നമ്മളൊരു ഇങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് ആക്ച്വലി. ഇത് അങ്ങനെ ബഹളം വെച്ച് അവസാനം നമുക്ക് വേറെ നിർവാഹമില്ലാതെ വന്ന് ചെയ്തതാണ്. അതിന്റെ എല്ലാ വിഷമവും എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. എങ്ങനെ അവർ കൺവിൻസ് ചെയ്തെടുത്ത് അപ്പൊ അങ്ങനെ ഒരു ഡ്രസ് ഇടാം? സിനിമയ്ക്ക് അത് ഭയങ്കര ആവശ്യമാണ്. അവരുടെ സിനിമയ്ക്ക് ഭയങ്കര ആവശ്യമാണ്. കാരണം ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു തമിഴ് മൂവി എന്ന് പറയുമ്പോൾ കുറച്ച്, പ്രത്യേകിച്ചും ഡാൻസിലൊക്കെ അങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് അവർ യൂസ് ചെയ്യാറുണ്ട്. എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു വേണ്ടി. പിന്നെ അതിനൊരു ബഹളമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. പിന്നെ അവിടെ പറയില്ല, അവരവരുടെ സിനിമ ബെറ്റർ ആക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ആ സമയത്ത്. ഓക്കെ, ഇത് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ്. എനിക്ക് തോന്നിയായിരുന്നു നമ്മുടെ ഈ വീട് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ പ്രത്യേകം വിചാരിച്ചത് ഈ കേക്കിന്റെ കളർ ആഷ് കളർ, അതെന്താണെന്ന് വിചാരിച്ചു. സെസ്മി സീഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് അതിന്റെയാണ് ആഷ് കളർ കറുത്ത്. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കേക്കാണല്ലേ? ഭയങ്കര ആ സമയത്ത് ഭയങ്കര പരീക്ഷണമായിരുന്നു. ഇത് കോവിഡ് സമയമല്ലോ? ഇത് കുറേ വർഷമായതാണ്, അടുത്ത സമയമൊന്നും അല്ല. ഇത് ഫ്ലാറ്റ് ആണ്. അത് ആക്ച്വലി ഞങ്ങളുടെ ആലുവ ഫ്ലാറ്റില്. ഫ്ലാറ്റ് ആണോ? ഇത് കണ്ടപ്പോ പെട്ടെന്ന് ഈ വീട് തന്നെയായിരിക്കും. അല്ല അല്ല അല്ല, അവിടെ വെച്ചിട്ട് ഇങ്ങനെ സെസ്മി കേക്കാണ്, ഐസിംഗ് ഒക്കെ കൊടുത്ത് അതിന് മേളില് സെസ്മിക്ക് ഞാൻ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അത് കാരണം ഇത് ഞാൻ അച്ഛനും അമ്മയും ഞാനും ഉള്ളൂ, ഞാൻ തന്നെയാണ് മുഴുവൻ തിന്നുന്നത്. അവസാനം നമുക്ക് വെയിറ്റ്, ഇത് കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് വെക്കും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളിത് പിന്നെ ഒരു അഡിക്ഷനാണ്. ഇടയ്ക്കിടയ്ക്ക് അടുത്ത ഫ്ലേവർ എന്തെങ്കിലും പുതിയതുണ്ടാക്കി നോക്കാം. എനിക്ക് ക്യാരമൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ബൂമെന്ന് വെയിറ്റ് കൂടും. അപ്പൊ അത് കഴിഞ്ഞ് നിർത്തിയതാണ് പരിപാടി. വേറെ ഒരു വൈറ്റ് കേക്കും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ ഒരുപാട് കേക്ക് കുറെ ഉണ്ടാക്കായിരുന്നു ആ സമയം. ഇത് ക്യാരമൽ, ഇതൊക്കെ ഒരു തവണ കണ്ട, ഇതൊക്കെ ഒരു തവണ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് വീടല്ലേ, നമ്മുടെ ഈ വീടല്ലേ? അല്ല അല്ല അല്ല, ഇത് നമ്മുടെ